ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കിയാലോ. 3 ടൈപ്പിൽ എങ്ങനെ വാഷി ടേപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു A4 ഷീറ്റ് പേപ്പറിൽ നിന്ന് തന്നെ ഞാൻ 3 വാഷി ടേപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ പേപ്പറുകൾ നിങ്ങൾക്ക് എത്ര വീതിയിലാണ് ടേപ്പ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് ഇതിനകത്ത് ഡിസൈൻസ് വരച്ചു കൊടുക്കണം. ഡിസൈൻസ് വരച്ചതിന് ശേഷമാണ് നമ്മുടെ പരിപാടി. 3 ഡിസൈൻ വരച്ചു കൊടുത്തു. ഇതിന് കുറച്ച് ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ സെലോ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇതിൽ 2 ഡിസൈൻ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റേത് നോർമലായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇനി ഇതിന് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഷേപ്പിൽ ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരറ്റം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതെ ഇരിക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നൈസായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഈ ഒരു ടേപ്പ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് സെറ്റായി. നമുക്ക് സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഗമ്മ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നേരത്തെ വാഷി ടേപ്പ് ചെയ്ത ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ഇതെങ്ങനെ വർക്കാവുന്നതെന്നുള്ളത് കാണാനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് നോക്കാം. തേർഡ് ടൈപ്പ് ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. അതിനൊരു റീസൺ ഉണ്ട്. കാരണം നമ്മൾ നമ്മുടെ ജേണൽ ചെയ്യാനാണല്ലോ ഇതുപോലെ വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുക, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സെലോ ടാപ്പ് ഉണ്ടല്ലോ, 2 സൈഡ് സെലോ ടാപ്പ്, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് ഭയങ്കര മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് വേറെ ടൈപ്പിലുള്ള സെലോ ടാപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ ബാക്ക് സൈഡിൽ. എന്നിട്ട് നേരത്തെ വാഷി ടേപ്പിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യുക. ഇങ്ങനത്തെ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. തേർഡായിട്ട് ചെയ്തതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത് കറക്റ്റായിട്ട് ഒട്ടുന്നുണ്ട് 2 സൈഡ് സെലോ ടാപ്പിൻ്റെ. പിന്നെ സെക്കൻഡായിട്ട് ചെയ്തത് ഇതാണ്, ഗമ്മു തയ്ച്ചിട്ട് ഉണക്കിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യും. ഗമ്മൊക്കെ ഇളകി വരും. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. തേർഡാണ് നമ്മുടെ മെയിൻ ഐറ്റം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ഗമ്മ് നമ്മൾ എണ്ണ തേക്കുക, എന്നിട്ട് ഒട്ടിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വാഷി ടേപ്സും അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.